ഫോർച്യൂണർ ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനങ്ങളാണ്. അങ്ങനെ ഒരു വാഹനവുമായിട്ടാണ് നമ്മൾ സെയിൽ കൊടുക്കുന്നത്. 2014 മോഡലിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന ഓൾ ഒറിജിനൽ വരുന്നത് കേട്ടോ. ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതർ സ്റ്റേറ്റ് വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനത്തിൽ ഓൾ ഒറിജിനൽ വരുന്ന വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. 2,10,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഇല്ലാത്ത വാഹനമാണ്. ഇതിൻ്റെ A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇത്ര ക്വാളിറ്റിയിൽ ഇത്ര റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ലാത്ത വാഹനങ്ങൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഓൾ ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, അതേപോലെ ബോണറ്റ് കാര്യങ്ങൾ, അതേപോലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ വരുന്നൊരു വാഹനമാണ്. കിലോമീറ്റർ ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതേപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50% ടയർ ഭാഗങ്ങൾ 4 വരുന്നുണ്ട് കേട്ടോ. പുതിയ ഇൻഷുറൻസാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം, അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി 5 സ്പീഡ് ഗിയർ ബോക്സ് നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയൊരു വാഹനം തന്നെ കേട്ടത്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത്. ഡോർ പേഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2014 മുതൽ ബ്ലാക്ക് ആൻഡ് ബീച്ച് കളറിലാണ് വരുന്നത്. അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ ഒറിജിനൽ ലെതർ സീറ്റ് കവറാണുള്ളത്. നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിലില്ല. അതുപോലെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റി തന്നെ വരട്ടോ. ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ് വരുന്നത്. 70 മാറ്റൊക്കെ ഉണ്ട്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് സീറ്റ് കവേഴ്സൊക്കെ അല്ലേ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പക്ക ക്വാളിറ്റി തന്നെ പറയാം. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് ഇത്. ടൈപ്പ് 2 കമ്പനി വരുന്ന സ്റ്റോക്ക് കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബമ്പർ സ്കാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ബമ്പർ സ്കാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങിയപ്പോൾ ഗ്രില്ലും അതേപോലെ ഹെഡ്ലൈറ്റും ആണുള്ളത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ഈ സൈഡ് ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ എൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡും വരുന്നത്. ഈ കമ്പനി ടൈലൈറ്റ് തന്നെയാണ് ബാക്ക് സൈഡിലൊക്കെ വരുന്നത്. നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ കൂടുതലൊന്നും ചെയ്തില്ല. അതേപോലെ ബാക്ക് സ്കാറ്റിങ് വരുന്നുണ്ട്. അതേപോലെ ഈ റിഫ്ലക്ടർ LED റിഫ്ലക്ടറാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ. നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഇതിന് ഓൾ ഒറിജിനൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എല്ലാ ഭാഗങ്ങളും കിടക്കുന്നത് കേട്ടോ. അതേപോലെ ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാണിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടിയാണ്. അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. അതേ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് ഭാഗങ്ങൾ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി ഫ്ലഡൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. ഇത് 2014 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. ഇത് അതർ സ്റ്റേറ്റ് വാഹനമാണ് നിലവിലുള്ളത്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്പറാക്കി തരാൻ കഴിയും. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് NOC എടുത്ത് തരാൻ കഴിയും. ഇത് കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 15,25,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, നിലമ്പൂർ, കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ. ഈ വാഹനത്തുമ്പോൾ ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, നിലമ്പൂർ, കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.